ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുക്കറിൽ എളുപ്പത്തിൽ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു കുക്കർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് പരിപ്പ് ചേർത്തിട്ട് പരിപ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ പരിപ്പ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർക്കാം. നമ്മുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ആണുള്ളത് അതൊക്കെ ചേർക്കാം. ഞാനിതാ ഇത്രയും വെജിറ്റബിൾസ് ആണ് ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിലും കൂടെ അടുപ്പിക്കുക. ഒറ്റ വിസിൽ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യുക. നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും ഉടഞ്ഞു പോവാൻ പാടില്ല. ഇനി ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് 2 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പച്ചവെള്ളത്തിലാട്ടോ മിക്സ് ചെയ്യേണ്ടത്. ഇനി ഈ ഒരു മിക്സ് നമ്മുടെ സാമ്പാറിലേക്ക് ചേർക്കുക. നമ്മൾ സാമ്പാർ പൊടി നേരിട്ട് ചേർക്കുമ്പോൾ കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവ് കുറവായതുകൊണ്ട് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടി ചേർക്കാം. തക്കാളി, ഉള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, വെണ്ട, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ചേർക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ച് വെക്കാതെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഈ വെജിറ്റബിൾസും നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അതിനിടയ്ക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് കാച്ചി വയ്ക്കുകയാണ് വേണ്ടത്. അതിനായിട്ടൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക്, പിന്നെ കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില, വേണമെങ്കിൽ കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി. നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു സാമ്പാർ പൊടി ഞാൻ വീട്ടിൽ തന്നെ ചെയ്തെടുത്തതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.